ഇന്ന് പ്രപഞ്ചം നിങ്ങൾക്കായി ഒരു രഹസ്യം മന്ത്രിക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ ചലിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഗ്രഹങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്ന ആ സന്ദേശം. അത് നിങ്ങൾക്ക് മാത്രമായുള്ളതാണ്. ഇന്ന് ഈ നിമിഷം വിധി ഒരു വാതിൽ തുറക്കുകയാണ്. ആ വാതിലിനപ്പുറം എന്തുണ്ടെന്ന് അറിയണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ നിമിഷം ശ്രദ്ധിക്കൂ. കാരണം ഇത് ആകസ്മികമല്ല. നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് യദൃച്ഛയാ അല്ല. പ്രപഞ്ചം നിങ്ങളെ ഇങ്ങോട്ട് നയിച്ചതാണ്. ഒരു അദൃശ്യ കൈ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരുങ്ങുന്നു. ആ ദൈവിക സ്പർശം ഒരു പ്രത്യേക ഗ്രഹനിലയുടെ ഫലമായി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരികയാണ്. ഇത് വെറും ജ്യോതിഷ് പ്രവചനമല്ല. ഇത് ആത്മാവിന്റെ ഭാഷയിൽ പ്രപഞ്ചം നിങ്ങളോട് നടത്തുന്ന സംഭാഷണമാണ്. മേടം രാശിക്കാർ എന്നും ഒരു പ്രത്യേക ഊർജം വഹിക്കുന്നവരാണ്. ചൊവ്വ ആധിപത്യം ചെലുത്തുന്ന ഈ രാശിക്കാർക്ക് സ്വഭാവത്തിൽ ഒരു അഗ്നിയുണ്ട്. ഒരു തീ, ജ്വലിക്കാൻ കാത്തിരിക്കുന്ന തീ. ഇന്ന് ആ തീ ആളിക്കെത്തും. കാരണം ഗ്രഹങ്ങൾ ഒരു അപൂർവ ക്രമത്തിൽ അണിനിരന്നിരിക്കുകയാണ്. ഇത്തരമൊരു ഗ്രഹനില നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഏറെ കാലം ആവർത്തിക്കില്ല. ഈ നിമിഷം, ഈ ദിവസം ഒരു ചരിത്രനിമിഷമാണ് നിങ്ങൾക്ക്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ഓരോ കഷ്ടതയും, ഓരോ കണ്ണുനീർത്തുള്ളിയും, ഓരോ ഉറക്കമില്ലാത്ത രാത്രിയും ഒരു ഉദ്ദേശ്യത്തോടെ ആയിരുന്നു. ആ ഉദ്ദേശ്യം ഇന്ന് വ്യക്തമാകാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ മറന്നിരുന്നില്ല. ഗ്രഹങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിവെച്ച ഭാഗ്യം ഒരു നിശ്ചിത സമയത്ത് മാത്രം തുറക്കാൻ പ്രപഞ്ചം നിശ്ചയിച്ചിരുന്നു. ആ സമയം ഇതാ ഇപ്പോൾ ആഗതമായിരിക്കുന്നു. ഈ ദിനം നിങ്ങൾക്ക് ഒരു പുതിയ ആരംഭത്തിന്റെ ദിനമാണ്. പഴയ ദുഃഖങ്ങൾ, പഴയ ഭയങ്ങൾ, പഴയ പരാജയങ്ങൾ ഇവ ഒക്കെ ഇന്ന് ഒരു വഴിത്തിരിവ് കടക്കുകയാണ്. ഒരു രഹസ്യവാതിൽ. ഭാഗ്യത്തിലേക്കുള്ള, ആരോഗ്യത്തിലേക്കുള്ള, സ്നേഹത്തിലേക്കുള്ള ആ വാതിൽ ഇന്ന് നിങ്ങൾക്കായി തുറക്കുകയാണ്. ഈ വഴി കടന്നുപോകണോ? എങ്കിൽ ഒരൊറ്റ നിമിഷം പോലും പാഴാക്കരുത്. ഈ വിളി ശ്രദ്ധിക്കൂ. ഈ ജ്ഞാനം സ്വീകരിക്കൂ. നിങ്ങളുടെ ജീവിതം ഇന്ന് മാറ്റം തുടങ്ങുകയാണ്. ഇനി ഒന്ന് നിർത്തൂ. നിങ്ങളുടെ ഇഷ്ടദേവരുടെ നാമം ഒന്ന് ഹൃദയത്തിൽ ഉരുവിടൂ. ആ ദേവരുടെ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങൾക്ക് ചുറ്റും ഒരു കവചം പോലെ നിലകൊള്ളുന്നു. ആ ദൈവിക ശക്തിയെ ഒരു നിമിഷം ഓർക്കൂ. ആ ദേവരുടെ പേര് ഇപ്പോൾ താഴെ കമന്റ് ചെയ്യൂ. ദൈവനാമം ഉരുവിടുമ്പോൾ ഊർജം ഇരട്ടിക്കും. ആ ഊർജം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ കുടുംബക്കാർക്കും സ്നേഹിതർക്കും ലഭിക്കട്ടെ. ഈ ഭാഗ്യം ഒറ്റയ്ക്ക് സൂക്ഷിക്കരുത്. പങ്കുവെക്കൂ. പ്രപഞ്ചത്തിന്റെ ഈ അനുഗ്രഹ സന്ദേശം ആർക്കൊക്കെ ലഭിക്കുന്നുവോ അവർക്കൊക്കെ ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം നൽകും. ഇത് ഒരു വിശ്വാസമാണ്. ഒരു ആത്മീയ സത്യമാണ്. ഇനി ഒരു കാര്യം കൂടി. നിങ്ങളുടെ ജനനത്തീയതിയും ജനനസമയവും ജനനസ്ഥലവും ഉൾപ്പെടെ ജാതകം വിശദമായി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ വിവാഹ പൊരുത്തം അറിയാൻ ആഗ്രഹിക്കുന്നവർ, കമന്റ് വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവ അനുഗ്രഹത്തോടൊപ്പം ഒരു യോഗ്യനായ ജ്യോതിഷാചാര്യൻ നിങ്ങളുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. ഒരു ദൈവദത്ത ജ്ഞാനമാണ്. അത് ശരിയായി ഉപയോഗിക്കൂ. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ഭാഷ കേൾക്കാം. ഇന്ന് ആകാശത്ത് ഗ്രഹങ്ങൾ ഒരു പ്രത്യേക ഭാവത്തിലാണ് നിൽക്കുന്നത്. ഓരോ ഗ്രഹവും ഓരോ ദൂതനെ പോലെ ഒരു സന്ദേശം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഊർജം പ്രവഹിക്കുകയാണ്. ആ ഊർജം ഏത് ദിശയിൽ ഒഴുകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ചക്രം ഏത് ഭാഗത്തേക്ക് തിരിയുകയാണ് എന്ന് വ്യക്തമാകും. ഗുരു, ബൃഹസ്പതി, ദേവഗുരു. ഈ ഗ്രഹം ഇപ്പോൾ മേടം രാശിക്കാർക്ക് ഒരു അനുഗ്രഹ ഹസ്തം നീട്ടുകയാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരു ജീവിതത്തെ മൊത്തമായി ഉയർത്തും. ഒരു ചെരിഞ്ഞ മരത്തെ നിവർത്തും. ഒരു കരഞ്ഞ ഹൃദയത്തിൽ ആശ വിതക്കും. ഗുരുവിന്റെ ഈ അനുഗ്രഹ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ 1-ാം ഭാവത്തിൽ, 9-ാം ഭാവത്തിൽ, 5-ാം ഭാവത്തിൽ തലോടുകയാണ്. ഇതിന്റെ ഫലം ഭൗതിക ഉന്നതി, ആത്മീയ ഉണർവ്, ഭാഗ്യവർദ്ധന ഇതൊക്കെ ഒരേ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിവരും. ഗുരു ഭഗവാൻ ഒരു ഗ്രഹം മാത്രമല്ല, ഒരു ദൈവിക ശക്തിയാണ്. ജ്ഞാനം, ധർമ്മം, ഭക്തി, ഉദാരത ഇവ ഒക്കെ ഗുരുവിന്റെ ഗുണങ്ങളാണ്. ഈ ഗ്രഹം ബലത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരു വ്യക്തത വരും. ഏതു ദിശയിൽ നീങ്ങണമെന്ന് മനസ്സ് തിരിച്ചറിയും. ഇതുവരെ അന്ധകാരത്തിൽ നടന്നവർക്ക് ഒരു വെളിച്ചം കാണും. ആ വെളിച്ചം ഗുരുവിൻ്റേതാണ്. ഇന്ന് ആ വെളിച്ചം നിങ്ങൾക്ക് നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഗുരുവിന്റെ ഈ ഗ്രഹനിലയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 9-ാം ഭാവത്തിൽ ഗുരുവിന്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ഭാഗ്യം ഉണരും. ദൂരയാത്രകൾ, ആത്മീയ അന്വേഷണങ്ങൾ, ഉപരിപഠനം, ഗുരുജനാനുഗ്രഹം ഇവ ഒക്കെ ഈ ദൃഷ്ടിയുടെ ഫലമാണ്. മേടം രാശിക്കാർ ഇക്കാലത്ത് ഒരു ഗുരുനാഥനെ കണ്ടെത്തും. ആ ഗുരുനാഥൻ ഒരു മനുഷ്യരൂപത്തിൽ ആകാം, ഒരു ഗ്രന്ഥരൂപത്തിൽ ആകാം, ഒരു ആത്മീയ അനുഭവ രൂപത്തിൽ ആകാം. ഏതായാലും ആ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ മാറ്റും. ഇനി ശനി ഭഗവാൻ, കർമ്മകാരകൻ. ശനി ഒരു ഭയമല്ല. ശനി ഒരു ഗുരുവാണ്. കർക്കശക്കാരനായ, ക്ഷമ ആഗ്രഹിക്കുന്ന, ഉത്തരം ചോദിക്കുന്ന ഒരു ഗുരു. ശനി നിങ്ങളോട് ചോദിക്കുകയാണ്, നീ ചെയ്ത കർമ്മങ്ങൾ ശരിയായിരുന്നോ?
നീ ജീവിതത്തോട് നേർമയോടെ ഇടപെട്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഹൃദയം കൊണ്ട് കൊടുക്കൂ. ശനി ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ. ഇന്ന് ശനി ഭഗവാൻ മേടം രാശിക്കാർക്ക് ഒരു കർമ്മശുദ്ധീകരണം നൽകുകയാണ്. ഇതുവരെ ചെയ്ത തെറ്റുകൾ, ബോധപൂർവമോ അബോധപൂർവമോ ഉള്ള ദ്രോഹങ്ങൾ, ഇവ ശനി ഇപ്പോൾ ക്ഷമിക്കാൻ ഒരു അവസരം നൽകുകയാണ്. ഈ ദിനം ഒരു ആത്മശുദ്ധി ദിനമാണ്. ശനിയുടെ ഈ കൃപ ലഭിക്കാൻ ഒരു കാര്യം ചെയ്യൂ. ഏതെങ്കിലും ഒരാളോട് ക്ഷമ ചോദിക്കൂ. ഒരു ദരിദ്രനു ഭക്ഷണം നൽകൂ. ഒരു ദുഃഖിതന്റെ കണ്ണുനീർ തുടക്കൂ. ഈ ഒരൊറ്റ കർമ്മം ശനിയുടെ ക്രോധം ശാന്തമാക്കും. ശനിയുടെ അനുഗ്രഹം നിങ്ങൾക്കു ലഭ്യമാകും. ശനിയുടെ ഈ ഗ്രഹനിലയിൽ ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ചില ഭാരങ്ങൾ അനുഭവപ്പെടും. കടുത്ത പരിശ്രമം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇത്. ഓടി ഒഴിഞ്ഞു മാറരുത്. ശനി പഠിപ്പിക്കുന്ന ഈ പാഠം ഒരിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു തോൽവിക്കും ഒരിക്കലും ഭയക്കില്ല. ആ ദൃഢത, ആ കരുത്ത് ശനി നൽകുന്ന ഉപഹാരമാണ്. ഇനി രാഹുകേതു. ഈ ഛായാഗ്രഹങ്ങൾ ഒരു അഗ്നിജ്വാലയെപ്പോലെ ജീവിതത്തിൽ ഇടിഞ്ഞു കയറുന്നവരാണ്. രാഹു ആഗ്രഹങ്ങളുടെ ദേവൻ, ഭ്രമങ്ങളുടെ ഉടയോൻ. കേതു ത്യാഗത്തിന്റെ, ആത്മജ്ഞാനത്തിന്റെ, ഒഴിഞ്ഞു മാറലിന്റെ ശക്തി. ഈ രണ്ടു ഗ്രഹങ്ങളും ഒരേ അക്ഷത്തിൽ നിൽക്കുകയാണ്. ഒന്ന് അങ്ങേ ദിശയിൽ, മറ്റൊന്ന് ഇങ്ങേ ദിശയിൽ. ഈ ടെൻഷൻ, ഈ ഊർജ്ജവലിവ്, ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആന്തോളനം ഉണ്ടാക്കുന്നത്. രാഹു ഇപ്പോൾ നിങ്ങളെ ചില ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് വലിക്കുകയാണ്. ദ്രവ്യം, ഭോഗം, അംഗീകാരം, ഇവ വേണം എന്ന ഒരു ആഗ്രഹം ശക്തിപ്പെടും. ഇത് ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിനു പകരം ഈ ആഗ്രഹം ഏത് മാർഗത്തിൽ പ്രകടിപ്പിക്കണം എന്ന് ശ്രദ്ധിക്കൂ. ദ്രോഹമാർഗത്തിൽ ഒരിക്കലും നീങ്ങരുത്. കേതു അപ്പോൾ ശിക്ഷ നൽകും. ധർമ്മമാർഗത്തിൽ, ഉദ്യോഗമാർഗത്തിൽ ആഗ്രഹം നേടൂ. ഇതാണ് ഈ ഗ്രഹക്രമം പഠിപ്പിക്കുന്ന ആദ്യ പാഠം. കേതുവിന്റെ ഊർജം ഇപ്പോൾ ആത്മീയ ഉണർവ് നൽകുകയാണ്. ഏതോ ഒരു ആഴത്തിൽ, ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒരു ചോദ്യം ഉദിക്കുകയാണ്. ഇതിനേക്കാൾ ഉണ്ടോ ജീവിതം? ഈ ഓട്ടം, ഈ ക്ഷീണം, ഈ ഏകാന്തത, ഇതിനൊക്കെ ഒരർത്ഥമുണ്ടോ? ഈ ചോദ്യം ദൈവം ചോദിക്കുകയാണ്. ഉത്തരം അന്വേഷിക്കൂ. ആ അന്വേഷണം തന്നെ ഒരു ആത്മീയ യാത്രയാണ്. ആ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ഗ്രഹ ഊർജ്ജ സംഗമം ഒരു കർമ്മ മാറ്റത്തിന്റെ സൂചനയാണ്. മുൻജന്മ കർമ്മഫലങ്ങൾ ഇപ്പോൾ ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ഉണ്ടായ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇവ ഒരു കർമ്മശോധനയായിരുന്നു. ആ ശോധന ഇനി ഏറെ നീളില്ല. ഒരു ഹൃദ്യമായ ഒഴുക്ക് ആരംഭിക്കുകയാണ്. ജീവിതം ഒരു പുഴ പോലെ. ഇതുവരെ ഒരു ഇടുങ്ങിയ ഗുഹയിലൂടെ ഒഴുകിയ ആ പുഴ ഇനി ഒരു വിശാലമായ തടാകത്തിലേക്ക് ഒഴുകും. ഇനി ചൊവ്വ, മേടം രാശിയുടെ ആധിപതി. ഈ ഗ്രഹം ഇപ്പോൾ ഒരു ഉദ്ദേശ്യഭ്രംശം ഇല്ലാതെ ഓടുകയാണ്. ഒരു കുതിര, ലക്ഷ്യം കണ്ട് ഓടുന്ന ഒരു കുതിര. ആ ഊർജം നിങ്ങളിൽ ഉണ്ട്. ഇന്ന് ആ ഊർജം ഉണർന്ന് ഉജ്ജ്വലിക്കും. ഒരു തീ ആളിക്കെത്തും. ആ ഊർജം ഒരു ദൃഢനിശ്ചയത്തിൽ ചൊരിയൂ. ഒരു ലക്ഷ്യം തിരഞ്ഞെടുക്കൂ. ഇന്ന് ചൊവ്വ ആ ലക്ഷ്യം നേടിത്തരും. ഈ ഗ്രഹ ഊർജം മനസ്സിലാക്കിയ ശേഷം ഇനി നാം ഒരു ആത്മീയ ശുദ്ധി ദൗത്യത്തിലേക്ക് കടക്കാം. കർമ്മപരിഹാരങ്ങൾ, ആത്മശാന്തിക്കുള്ള മാർഗങ്ങൾ, ഇവ അറിഞ്ഞാൽ ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കാം. ജീവിതം കൂടുതൽ സുഗമമാകും. ആദ്യ പരിഹാരം: ഓരോ ദിവസവും ഉദയസൂര്യനെ നമസ്കരിക്കൂ. ഉദയസൂര്യൻ ഒരു ദൈവിക ശക്തിയാണ്. ആ ദർശനം ഒറ്റദിനം കൊണ്ട് ഒരു ആത്മ ഊർജം നൽകും. ഒരു ചെറിയ ജലദാനം, ഒരു ഗായത്രി മന്ത്രം. ഇത് ചൊവ്വ, ഗുരു, ശനി ഇവരെ ഒക്കെ പ്രസാദിപ്പിക്കും. ഈ ഒരൊറ്റ കർമ്മം ഇന്നു മുതൽ ആരംഭിക്കൂ. ഒരു ദിവസം പോലും ഒഴിവാക്കരുത്. രണ്ടാം പരിഹാരം: ഗുരുവ്യാഴം ദിവസം ഒരു ക്ഷേത്ര ദർശനം. ഒരു ദേവദർശനം ഒരു ആത്മശക്തി നൽകും. ഗുരു ഭഗവാൻ ഒരു ബ്രാഹ്മണ ദേവൻ. ഗുരുവ്യാഴം ദിവസം ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കൂ. ഒരു ദീപം തെളിക്കൂ. ഒരു പ്രാർത്ഥന ഹൃദയം കൊണ്ട് ചൊല്ലൂ. ആ ദൈവം ഉത്തരം നൽകും. മൂന്നാം പരിഹാരം: ദരിദ്ര സേവനം. ഒരു ദരിദ്ര ബാലനു ഭക്ഷണം നൽകൂ. ഒരു വൃദ്ധനെ സഹായിക്കൂ. ഒരു ദുഃഖിതന്റെ കൂടെ ഒരു നിമിഷം ഇരിക്കൂ. ശനി ഭഗവാൻ ഇത് ഇഷ്ടപ്പെടും. ശനി സേവകരെ, ദരിദ്രരെ, ദുഃഖിതരെ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രഹമാണ്. അവർക്ക് ചെയ്യുന്ന ഉപകാരം ശനി ഭഗവാൻ ഇരട്ടിയായി തിരിച്ചു നൽകും. നാലാം പരിഹാരം: ദിവസം ഒരു ഹനുമത് ദർശനം. ഹനുമത് ഭഗവാൻ ഒരു കവചമാണ്, ഒരു ശക്തിയാണ്, ഒരു ദൈവദൂതനാണ്. ഓരോ ദിവസവും ഒരു ഹനുമത് ചാലീസ ചൊല്ലൂ. ആ ശക്തി നിങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട പണിയും. ഒരു ദോഷവും, ഒരു ദൃഷ്ടിദോഷവും, ഒരു ശത്രുദോഷവും ആ കോട്ട ഭേദിക്കില്ല. ഇത് ഒരു ആത്മരഹസ്യമാണ്, ഒരു ആത്മശക്തി ഉപകരണമാണ്. അഞ്ചാം പരിഹാരം: ക്ഷമ. ഒരാൾ നിങ്ങൾക്ക് ദ്രോഹം ചെയ്തോ? ക്ഷമിക്കൂ. ക്ഷമ ഒരു ദൗർബല്യമല്ല. ക്ഷമ ഒരു ആത്മബലമാണ്. ഒരു ഭാരം ഇറക്കിവെക്കുന്ന പ്രവൃത്തിയാണ്. ആ ഭാരം ഇറക്കിവെക്കുമ്പോൾ നിങ്ങൾ ഒരു ഹൃദ്യമായ ഭാരമില്ലായ്മ അനുഭവിക്കും. ആ ഭാരമില്ലായ്മ ഒരു ദൈവിക ശക്തിയുടെ ആരംഭമാണ്. ആ ശക്തി നിങ്ങളെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. ആറാം പരിഹാരം: ജലദാനം.
ഒരു ക്ഷേത്ര കിണർ, ഒരു ക്ഷേത്രകുളം, ഒരു പ്രകൃതിദത്ത ജലാശയം. ഇവ ശുദ്ധമായി സൂക്ഷിക്കൂ. ജലത്തിൽ ദൈവം വസിക്കുന്നു. ജലം ഒരു ജീവശക്തിയാണ്. ആ ശക്തിയോടുള്ള ആദരം ഒരു ദൈവ ആദരമാണ്. ഇതുകൂടാതെ ഒരു ദാഹിക്കുന്ന ജീവിക്ക് ജലം നൽകൂ. ഒരു ദാഹം ഒരിക്കൽ ശമിപ്പിക്കുക. ഇത് ഒരു ജന്മപുണ്യമാണ്. 7 പരിഹാരം. ഉറക്കത്തിനു മുൻപ് ഒരു ദൈവനാമജപം. ഉറങ്ങും മുൻപ് ഒരു ദൈവനാമം ഒരു 100 ഉരു ജപിക്കൂ. ആ ഉറക്കം ഒരു ദൈവഭ്രമണ ഉറക്കം ആകും. ആ ഉണർവ് ഒരു ദൈവ ഉണർവ് ആകും. ആ ദൈവ ഉണർവ് ഒരു ദൈവിക ദിനത്തിന്റെ ആരംഭമാകും. ഈ ദൈനംദിന ശുദ്ധി ഒരു ദൈവ ജീവിതത്തിന്റെ ആരംഭമാണ്. ഗ്രഹങ്ങളുടെ ഈ സംയോഗം മേടം രാശിക്കാർക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നു എന്ന് ഇനി ആഴത്തിൽ മനസ്സിലാക്കാം. ഗുരു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുകയാണ്. ഈ സ്ഥാനം ഒരു സാധാരണ സ്ഥാനമല്ല. ഇത് ജ്ഞാനത്തിന്റെ, ഭാഗ്യത്തിന്റെ, ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു ഗ്രഹനിലയാണ്. ഗുരു ഒരു രാശിയിൽ ഒരു വർഷത്തോളം സഞ്ചരിക്കും. ആ യാത്ര നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഗുണകരമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരു ഭവനത്തിൽ പതിക്കുമ്പോൾ ആ ഭവനത്തിന്റെ കാര്യക്കാർ ഉണർന്നെഴുന്നേൽക്കും. ഒരു വർഷം ഉറങ്ങിക്കിടന്ന ഭാഗ്യം പൊടുന്നനെ ഉണർന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിവരും. ശനിയുടെ സ്വഭാവം ഗുരുവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ശനി ഒരിക്കലും തിടുക്കം കാണിക്കില്ല. ശനി കർമ്മഫലത്തിന്റെ ദേവനാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത കർമ്മങ്ങളുടെ കണക്ക് ശനി സസൂക്ഷ്മം നോക്കിവയ്ക്കുന്നു. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫലം ഇപ്പോൾ ലഭിക്കും. ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഠനം ഇപ്പോൾ നടക്കും. ശനി ദണ്ഡിക്കുകയല്ല, പഠിപ്പിക്കുകയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നവർക്ക് ശനിയെ ഭയക്കേണ്ടതില്ല. മേടം രാശിക്കാർക്ക് ശനി ഇപ്പോൾ ഒരു കർക്കശ ഗുരുവിനെ പോലെ പ്രവർത്തിക്കുന്നു. ചിലർക്ക് ഇത് പ്രയാസകരമായി തോന്നും. ചിലർക്ക് ഇത് ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമായി അനുഭവപ്പെടും. എന്നാൽ ഈ ഘട്ടം കഴിഞ്ഞാൽ ജീവിതം ഒരു പുതിയ ഉൾക്കാഴ്ചയോടെ തുടങ്ങും. രാഹുകേതുക്കളുടെ കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുവും കേതുവും ഛായാഗ്രഹങ്ങളാണ്. ഇവ ഒരിക്കലും നേരിൽ ദൃശ്യമല്ല, എന്നാൽ ഇവയുടെ ഊർജ്ജം ജീവിതത്തിൽ ഏറ്റവും ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നു. രാഹു ഒരു ആഗ്രഹത്തിന്റെ ഗ്രഹമാണ്. ഭൗതിക ലോകത്തോടുള്ള ആകർഷണം, അഭിലാഷം, ഭ്രമം ഇവ രാഹുവിന്റെ കൈകളിലാണ്. കേതു ആത്മീയതയുടെ, വൈരാഗ്യത്തിന്റെ ഗ്രഹമാണ്. ഈ 2 ഗ്രഹങ്ങളും ഇപ്പോൾ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ടഗ് ഓഫ് വാർ കളി നടത്തുന്നു. ഒരു ഭാഗത്ത് ലോകത്തിലേക്ക് ആകർഷണം, മറ്റൊരു ഭാഗത്ത് ഉള്ളിലേക്ക് തിരിയാനുള്ള വിളി. ഈ 2 ശക്തികൾക്കിടയിൽ ഒരു ബാലൻസ് കണ്ടെത്തുന്നവർ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന ജ്ഞാനം നേടും. ഈ ഗ്രഹസ്വാധീനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു കർമ്മ പരിവർത്തനത്തിന്റെ ഘട്ടം സൃഷ്ടിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചില കർമ്മ കടങ്ങൾ തീരും. ചില ബന്ധങ്ങൾ ദൃഢമാകും. ചില ബന്ധങ്ങൾ അവസാനിക്കും. ചില അവസരങ്ങൾ കഴിഞ്ഞ ജന്മത്തെ നൽകിയ ഒരു സമ്മാനമായി കടന്നുവരും. ജീവിതം ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. ഈ യാത്ര സുഗമമായിരിക്കണമെങ്കിൽ ചില കർമ്മ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണം. ഇനി ഈ ഗ്രഹ ഊർജ്ജങ്ങളോട് ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ സഹായിക്കുന്ന ചില ആത്മീയ പരിഹാര മാർഗങ്ങൾ പറയാം. ഇവ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ ഇവ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ഫലം ചെറുതല്ല. ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ലളിതമായ ദൈനംദിന ആചരണത്തെക്കുറിച്ചാണ്. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ഉടൻ തന്നെ ഒരു ക്ഷണനേരം കണ്ണടച്ചിരിക്കുക. ആ നിശബ്ദതയിൽ ദൈവത്തോട് ഒരു ചെറിയ നന്ദി പറയുക. ജീവൻ തന്നതിന്, ഈ ദിവസം തന്നതിന്, ഈ ശ്വാസം തന്നതിന്. ഈ ഒരു ആചരണം ഗ്രഹ ഊർജ്ജങ്ങളെ ക്രമേണ നിങ്ങളോട് അനുകൂലമാക്കി മാറ്റും. ഗുരുവിന്റെ ഊർജ്ജം ഉണർത്താൻ ഒരു ഫലപ്രദമായ ഉപായം ജ്ഞാനം പകർന്നുകൊടുക്കുക എന്നതാണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം, ഒരു നല്ല ഉപദേശം, ഒരു ശരിയായ വഴി, ഇത് ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കുക. ആ ദാനം ഗുരുവിന് ഏറ്റവും ഇഷ്ടമാണ്. ഗുരുദ്രോഷ്ടി ഉണ്ടെങ്കിൽ ഗുരുക്കന്മാരെ, മുതിർന്നവരെ ആദരിക്കുക. അച്ഛനോ അമ്മയോ ഒരു ജ്ഞാനിയോ ഒരു ഗുരുവോ ഇവരോടുള്ള ആദരവ് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കും. ഒരു ദൈവക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണാമൂർത്തി ദേവനെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉചിതമാണ്. ശനിയുടെ ഊർജ്ജം സന്തുലിതമാക്കാൻ ഒരു ലളിതമായ കർമ്മമുണ്ട്. ശനി ദിവസം, അതായത് ശനിയാഴ്ച, ഒരു ദരിദ്രനോ ഒരു ആശ്രയമില്ലാത്ത ജന്തുവിനോ ഭക്ഷണം കൊടുക്കുക. ഒരു നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ശനിയുടെ ദൃഷ്ടിദോഷം കുറയ്ക്കും. ഇത് ഒരു അന്ധവിശ്വാസമല്ല. ഇത് ഒരു ഊർജ്ജ കൈമാറ്റമാണ്. നിങ്ങൾ ഒരുവനോട് ദയ കാണിക്കുമ്പോൾ ആ ദയ ഒരു ഊർജ്ജമായി ഗ്രഹമണ്ഡലത്തിൽ രേഖപ്പെടുന്നു. ആ ഊർജ്ജം ഒരു ദിവസം നിങ്ങളിലേക്ക് തന്നെ ആനന്ദമായി തിരിച്ചുവരും. ശനിക്ഷേത്ര ദർശനം, ശനിഹോമം ഇവ കൂടി ഈ ഘട്ടത്തിൽ ഉത്തമമാണ്. രാഹുകേതുക്കളുടെ ദോഷശമനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഉപായം ധ്യാനമാണ്. ആഴ്ചയിൽ ഒരിക്കൽ എങ്കിലും ഒരു ഏകാന്ത സ്ഥലത്ത്, ഒരു ദേവാലയത്തിൽ കൈകൾ ജോഡിച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് 1 മിനിറ്റ് നിൽക്കുക. ആ 1 മിനിറ്റ് ധ്യാനത്തിൽ ഉള്ളിലെ ശബ്ദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. രാഹുവിന്റെ ഭ്രമങ്ങളിൽ നിന്ന് കേതുവിന്റെ ആത്മദർശനത്തിലേക്ക് നടക്കുന്ന ആ ഒരു ക്ഷണം ജീവിതത്തിൽ ഒരു വലിയ ആന്തരിക ഉണർവ് ഉണ്ടാക്കും. ദുർഗദേവിയെ, ഭദ്രകാളിയെ ആരാധിക്കുന്നത് രാഹുകേതുക്കളുടെ ദോഷഫലങ്ങൾ ക്ഷയിക്കാൻ സഹായിക്കും. ഈ ദേവിമാർ ഭ്രമങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന ദേവിമാരാണ്. ഇനി ഒരു ആത്മശുദ്ധി ആചരണം. ഒരു ദിവസം, ഒരു ഒഴിഞ്ഞ ദിവസം, ഒരു ഒഴിഞ്ഞ ഘട്ടം,
ഒരു ചെറിയ ഉപവാസം അനുഷ്ഠിക്കുക. ഉപവാസം ഭക്ഷണം നിഷേധിക്കലല്ല. ഉപവാസം ആഗ്രഹങ്ങളോട് ഒരു ചെറിയ ദൂരം സ്വീകരിക്കലാണ്. ആ ദൂരം ആത്മബോധം ഉണർത്തും. ആ ഉണർവ് ഗ്രഹ ഊർജങ്ങൾ ഉചിത രീതിയിൽ ജീവിതത്തിൽ ഇറക്കാൻ ഒരു ചാലക ഘടകമായി വർത്തിക്കും. ജീവിതത്തിൽ ഒരു ദിവസം ഒരുവൻ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ആ ഒരു ദിവസത്തിന്റെ ഫലം ഒരുപക്ഷേ ആ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. ഇനി മേടം രാശിക്കാരുടെ തൊഴിൽ, ബിസിനസ്, ധനകാര്യ ജീവിതത്തിലേക്ക് കടക്കാം. ഈ ഘട്ടത്തിൽ ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഒരു അടച്ച വാതിൽ ഇനി തുറക്കും. ഒരു കഠിനാധ്വാനം ഫലം കൊടുക്കും. ഒരു ശ്രമം പ്രതിഫലം ഉൾക്കൊള്ളും. ആ ഒരു ഘട്ടം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആദ്യ 7 ദിവസം ഏറ്റവും ശ്രദ്ധാപൂർവം ഇടപഴകേണ്ടത് തൊഴിൽ ജീവിതത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിലാണ്. ഒരു ഉദ്യോഗം, ഒരു ജോലി മാറ്റം, ഒരു ബിസിനസ് ചർച്ച, ഒരു കരാർ, ഇവ ഈ ദിവസങ്ങളിൽ ഉദയം ചെയ്യാൻ സ്ഥിതി ഒരുങ്ങുകയാണ്. ഈ 7 ദിവസം ഒരു തെറ്റായ തിടുക്ക തീരുമാനം ഒഴിവാക്കുക. ഭ്രമം തോന്നിക്കുന്ന ഒരു ഓഫർ ഒന്ന് ആലോചിച്ച് മാത്രം സ്വീകരിക്കുക. ഒരു വ്യക്തിയെ കണ്ടുമുട്ടും. ആ വ്യക്തി ഒരു പ്രധാന ദ്വാരം തുറക്കും. ആ വ്യക്തിയോടുള്ള ഇടപഴകൽ ഉചിതമായ ബഹുമാനത്തോടും വ്യക്തതയോടും കൂടി ആകട്ടെ. ബിസിനസ് ചെയ്യുന്ന മേടം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ഉത്ഥാന ഘട്ടമാണ്. ഒരു വർഷം ഒറ്റയ്ക്ക് പ്രയത്നിച്ചു. ആ പ്രയത്നം ഇനി ഒരു ടീം ആകും. ഒരു സഹകരണം ഉദ്ഭവിക്കും. ഒരു ബിസിനസ് കൂട്ടുകെട്ട്, ഒരു ചരക്കുൽപാദന ഘട്ടം, ഒരു ക്ലയന്റ്, ഒരു ഓർഡർ, ഇവ ഈ ദിവസങ്ങളിൽ ഫലം കൊടുക്കും. 1-2 ആഴ്ചക്കുള്ളിൽ ഒരു ചെറിയ ധനലാഭം ഉണ്ടാകും. ആ ലാഭം ചെറുതാണ്, പക്ഷേ ആ ചെറിയ ലാഭം ഒരു തുടക്കത്തിന്റെ ചിഹ്നമാണ്. ഒരു വലിയ ഘട്ടത്തിലേക്ക് നടക്കുന്ന ആദ്യ ചുവട്. ജോലി ചെയ്യുന്ന മേടം രാശിക്കാർക്ക് ഒരു ഉദ്ഗ്രഥനം, ഒരു ഉന്നതി, ഒരു അംഗീകാരം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ചിലർക്ക് ഒരു ശമ്പള വർധന ലഭ്യമാകും. ചിലർക്ക് ഒരു പ്രൊമോഷൻ ഏതാണ്ട് ഉറച്ചുവരും. ചിലർക്ക് ഒരു ഓൺ സൈറ്റ് അവസരം, ഒരു ഉദ്ദേശ്യ സഫലീകരണം, ഒരു ദീർഘദൂര ആഗ്രഹം ഫലം ചൂടും. ഈ ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥാനം ഉറ്റ ബലത്തോടെ കൈകൊള്ളുക. ഉദ്യോഗ ജീവിതത്തിൽ ഒരു മത്സരഘട്ടം ഉണ്ടാകാം. ആ ഘട്ടത്തിൽ ഉൾഭ്രമം ഒഴിവാക്കി ശ്രദ്ധ ഒരൊറ്റ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുക. ധനകാര്യ ജീവിതത്തിൽ ഒരു ഭ്രമഘട്ടം ഉണ്ടാകും. ഒരു ഇടപാട്, ഒരു ഓഹരി, ഒരു ഉടമ്പടി, ഇവ ഭ്രമദൃഷ്ടിയോടെ ആകർഷകമായി തോന്നും. ഈ ഘട്ടത്തിൽ ഒരു ഇടത്തരം ബുദ്ധിയുള്ള ഒരാളോട്, ഒരു ധനകാര്യ ഉപദേശകനോട്, ഒരു ബന്ധുവോ സ്നേഹിതനോ ആയ ഒരു അനുഭവജ്ഞാനിയുള്ള ഒരാളോട് ആലോചിക്കുക. ഒറ്റയ്ക്ക് ഒരു വലിയ ധന ഇടപാടിൽ ഈ ഘട്ടത്തിൽ ഇറങ്ങരുത്. ഒരു ആലോചനയ്ക്ക് ശേഷം മാത്രം ഒരു ഉടമ്പടി ഒപ്പ് ഇടുക. ആ ഒരു ആലോചന ഒരുപക്ഷേ ഒരു വലിയ ധനനഷ്ടം ഒഴിവാക്കിയേക്കാം. ഒരു വലിയ ഭൂ ഇടപാട്, ഒരു ബൃഹത് നിക്ഷേപം, ഇവ ഈ ഘട്ടത്തിൽ ഒരു ചെറിയ ഇടവേള ഇട്ട് ആലോചിക്കുക. ആദ്യ 15 ദിവസം ഒരു ധനലഭ്യത ഉണ്ടാകും. ഒരു ചെറിയ സ്തബ്ധതയും ഉണ്ടാകും. ആ ഘട്ടം ഒരു സ്ഫടിക ഘട്ടമാണ്. ആ ഘട്ടം കഴിഞ്ഞ് ഒരു ധന ഊർജം ഒഴുകാൻ ആരംഭിക്കും. ഒരു ഒഴുക്ക്, ഒരു ചലനം, ഒരു ഉദ്ഘാടനം. ഈ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുക. ഇനി ഒരു ഏറ്റവും ആഴമേറിയ ഒരു ഭൂമിക. ജീവിതത്തിലെ ഏറ്റവും സ്പർശ്യമായ ഭൂമിക. സ്നേഹജീവിതം, ദാമ്പത്യ ജീവിതം, ഒരു കുടുംബജീവിതം, ഇതൊക്കെ ഒരുമിച്ച് ഈ ഘട്ടത്തിൽ ഒരു ഭ്രമനൃത്തം ആടുകയാണ്. മേടം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു ബന്ധ ഉണർവ് ഉണ്ടാകും. ഒരു ബന്ധം ഉണ്ടായിരുന്നവർക്ക് ആ ബന്ധം ഒരു ആഴഘട്ടത്തിലേക്ക് ഇറങ്ങും. ഒരു ആഴഘട്ടം എന്നാൽ ഒരു ഉൾഗ്രഹണം, ഒരു ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ആഴബന്ധം. ആ ബന്ധം ഒരു ആഴദ്വാരം തുറക്കും. ഒരു ഉൾദ്വാരം, ഒരു ആശ്ലേഷം, ഒരു ആലോചന, ഒരു ആഴ്ഭൂഷണം, ഒരു ഉൾഭ്രംഘട്ടം. ഒറ്റയ്ക്ക് ഉള്ള മേടം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ദൈവനിർദ്ദേശ ഘട്ടമാണ്. ഒരു ഉചിതമായ ഒരു ജ്ഞാതൻ, ഒരു ഉൾഗ്രഹണഘട്ടം, ഒരു ഉൾ ഒഴുക്ക്, ഒരു ഉൾ ആശ്ലേഷം, ഒരു ഉൾദ്വാരം, ഒരു ഉൾഭ്രമഘട്ടം. ഒരു ആഴബന്ധം ആ ഒരു ഘട്ടത്തിൽ ഉദ്ഭവിക്കാൻ ഇടയുണ്ട്. ഒരു ഒറ്റ കണ്ണോടി, ഒരു ഒറ്റ സംസാരം, ഒരു ഒറ്റ ഘട്ടം. ആ ഘട്ടം ഒരു ദൈവ ഘട്ടം. ആ ഘട്ടം ഒഴിവാക്കരുത്. വിവാഹം ആലോചനയിൽ ഉള്ള മേടം രാശിക്കാർക്ക് ഒരു ഉചിതമായ ഒരു ആലോചന ഈ ഘട്ടത്തിൽ ഉദ്ഭവിക്കാൻ ഇടയുണ്ട്. ഒരു ആലോചന, ഒരു ഉടമ്പടി, ഒരു ഉൾദ്വാരം, ഒരു ദൈവ ഘട്ടം. ആ ഘട്ടത്തിൽ ഒരു ജ്ഞാനിയോട്, ഒരു ഗണനക്കാരനോട് ഒരു ആലോചന ഘട്ടം ഒഴിവാക്കരുത്. ഒരു ജന്മഘട്ടം, ഒരു ഗ്രഹബലം, ഒരു ദൈവ ഇവ ഒരൊറ്റ ദ്വാരത്തിൽ ഒന്നിക്കും. ആ ദ്വാരം ഒരു ഉൾഘട്ടം. ആ ഘട്ടം ഒരു ദൈവദ്വാരം. ദാമ്പത്യ ജീവിതത്തിൽ ചില ഘർഷണ ഘട്ടങ്ങൾ ഉണ്ടാകാം. ഒരു ആഴഘട്ടം, ഒരു ഉൾഗ്രഹണഘട്ടം, ഒരു ആഴദ്വാരം. ആ ഘർഷണം ഒരു ഉൾദ്വാരമാണ്. ഒരു ആഴഭ്രമഘട്ടം, ഒരു ഉൾ ആശ്ലേഷ ഘട്ടം. ഈ ഘർഷണം ഒരു ഉൾഭ്രമഘട്ടമല്ല, ഒരു ഉൾദ്വാരഘട്ടമാണ്. ഒരു ആഴ ഉൾ ഒഴുക്ക്. ആ ഒഴുക്ക് ഒഴിവാക്കരുത്. ആ ഒഴുക്ക് ഒരു ദൈവദ്വാരം. ആ ദ്വാരത്തിൽ ഒരു ആഴഘട്ടം. ആ ഘട്ടം ഒഴിവാക്കരുത്. ജീവൻ പങ്കുകാരനോടോ ജീവൻ പങ്കുകാരിയോടോ ഈ ഘട്ടത്തിൽ ഒരു ആഴ സംഭാഷണം ഉണ്ടാകണം. ഒരു ആഴ ഉൾദ്വാരം, ഒരു ഉൾഘട്ടം, ഒരു ദൈവദ്വാരം, ഒരു ആഴ്ഭൂഷണം. ആ സംഭാഷണം ഒരൊറ്റ ഉൾദ്വാരം. ആ ദ്വാരം ഒരു ദൈവൈ. ആ ദ്വാരം ഒഴിവാക്കരുത്. ഒരൊറ്റ ആഴഘട്ടം, ഒരൊറ്റ ഉൾഭ്രം, ഒരൊറ്റ ഗ്രഹദ്വാരം. ആ ഘട്ടം ഒഴിവാക്കരുത്.
കുടുംബജീവിതത്തിൽ ഒരു ആഴഘട്ടം ഉണ്ടാകും. ഒരു ഉൾഘർഷണം, ഒരു ഉൾദ്വാരം, ഒരു ആഴഭ്രമഘട്ടം. ആ ഘർഷണം ഒരു ദൈവദ്വാരം. ആ ദ്വാരം ഒഴിവാക്കരുത്. ഒരു ഒഴുക്ക്, ഒരു ആഴഘട്ടം, ഒരൊറ്റ ഉൾദ്വാരം. ആ ഘട്ടം ഒഴിവാക്കരുത്. ഒരു ഘട്ടം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ അപൂർവ കോസ്മിക് നിമിഷത്തെക്കുറിച്ച് പറയേണ്ടത് അത്യാവശ്യമാണ്. മേടം രാശിക്കാരെ, ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു അത്ഭുതമാണ്. ഇത് ഒരു സാധാരണ ഗ്രഹമാറ്റമല്ല. ഇത് യുഗങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ദൈവിക ചക്രത്തിന്റെ പൂർത്തീകരണമാണ്. ഗുരു ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിൽ നിന്ന് ഒരു പ്രത്യേക കോണിൽ നിൽക്കുകയാണ്. ശനി നിങ്ങളുടെ കർമ്മഭാവത്തെ ശുദ്ധീകരിക്കുകയാണ്. രാഹുവും കേതുവും ഒരു അത്ഭുതകരമായ അക്ഷമുണ്ടാക്കി നിങ്ങളുടെ ഭൂതകാലത്തെ മായ്ക്കുകയും ഭാവിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ ഒരേ സമയത്ത് സംഭവിക്കുക എന്നത് ഒരു അത്ഭുതമല്ലേ? ഇത് വിധിയുടെ ഒരു അടയാളമാണ്. ഇത് ദൈവം നിങ്ങൾക്ക് അയക്കുന്ന ഒരു സന്ദേശമാണ്. ഇത്രയും കാലം നിങ്ങൾ സഹിച്ചതിനൊക്കെ ഒരർത്ഥമുണ്ടായിരുന്നു. ആ കണ്ണീർ ഒഴുകിയത് കാരണമില്ലാതെ ആയിരുന്നില്ല. ആ ഓരോ വേദനയും, ആ ഓരോ പരാജയവും, ആ ഓരോ നഷ്ടവും, അതൊക്കെ നിങ്ങളെ ഈ ഒരു നിമിഷത്തിലേക്ക് ഒരുക്കുകയായിരുന്നു. ഇന്ന് ആ നിമിഷം വന്നിരിക്കുന്നു. ഈ വാതിൽ ഇപ്പോൾ തുറക്കുകയാണ്. ഈ വാതിലിലൂടെ കടക്കാൻ നിങ്ങൾ തയ്യാറാണോ? ജ്യോതിഷശാസ്ത്രം പറയുന്നു, ഇത്തരം ഒരു ഗ്രഹസംഗമം ഒരു ജീവിതകാലത്ത് ഒരിക്കൽ മാത്രമേ ഉണ്ടാകൂ. ചിലർക്ക് ഇത് ഒരു ജന്മത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ, മേടം രാശിക്കാർ, ഈ ഭൂമിയിൽ ഈ ജന്മത്തിൽ ഈ നിമിഷം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇതൊരു വലിയ ദൈവിക അനുഗ്രഹമാണ്. ഈ കോസ്മിക് തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് ആലോചിക്കൂ. ദശകങ്ങളായി നിലനിന്ന ഒരു ബന്ധം ഒടുവിൽ അതിന്റെ പൂർണ്ണരൂപം ആർജിക്കും. വർഷങ്ങളായി കാത്തിരുന്ന ഒരു ജോലി, ഒരു സ്ഥാനക്കയർ, ഒരു അംഗീകാരം, അത് ഇനി ഏറെ കാത്തിരിക്കേണ്ടി വരില്ല. ആർക്കും കൊടുക്കാൻ കഴിയാതിരുന്ന ആ സ്നേഹം, ആ വിശ്വാസം, ആ സൗഖ്യം, അതൊക്കെ ഇനി നിങ്ങളുടേതാകും. ഇത് ഒരു ആത്മീയ ഉണർവിന്റെ നിമിഷം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആത്മീയമായി ഉണർന്ന് ജീവിതത്തിന്റെ ആഴങ്ങൾ കണ്ടെത്തും. ധ്യാനം, പ്രാർത്ഥന, ദൈവചിന്ത, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പുതിയ ദിശ കാണിക്കും. ഈ ആത്മീയ ഉണർവ് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകും. ഇനി ഒരു ശക്തിക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ ചോദ്യം ഉണ്ടാകാം. ഇത് ശരിക്കും സംഭവിക്കുമോ? ആ ചോദ്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ ഇത്ര കാലം കഠിനമായ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്. ആ ജീവിതം നിങ്ങളെ ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കാൻ ഭയക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ ഭയം ഒഴിഞ്ഞു പോകട്ടെ. ഈ ദൈവിക ശക്തി നിങ്ങൾക്ക് ഉണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഓർക്കൂ, ഗ്രഹങ്ങൾ ഒരുക്കിത്തരുന്ന ഈ അനുകൂല ഊർജം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആകാശം ഒരു ദ്വാരം തുറക്കുന്നു, പക്ഷേ ആ ദ്വാരത്തിലൂടെ കൈ നീട്ടേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ നിമിഷം ഉണർന്ന ഉള്ളിലെ ശക്തിയെ ഉണർത്തൂ. ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കിവെച്ച് ഭാവിയുടെ വെളിച്ചത്തിലേക്ക് ചുവടുവയ്ക്കൂ. ആ ചുവട് ഈ ജീവിതത്തിൽ നിങ്ങൾ ഇടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുവടാകും. ഇപ്പോൾ ഒന്ന് ആലോചിക്കൂ. ഇത്ര കാലം നിങ്ങൾ ഒരു ഇരുണ്ട തുരങ്കത്തിലൂടെ നടക്കുകയായിരുന്നു. ആ തുരങ്കത്തിന്റെ അറ്റത്ത് ഒരു വെളിച്ചം ഇപ്പോൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആ വെളിച്ചം ദൈവത്തിൻ്റേതാണ്. ആ വെളിച്ചം വിധിയുടേതാണ്. ആ വെളിച്ചം നിങ്ങളുടേതാണ്. അതിലേക്ക് നടക്കൂ. ആ രഹസ്യവാതിൽ ഇപ്പോൾ തുറക്കുകയാണ്. ആ വാതിലിനപ്പുറം ഒരു പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു ആത്മീയ കർമ്മശോധനയും ഉണ്ടാകും. ജീവിതത്തിൽ ഏതൊക്കെ ബന്ധങ്ങൾ യഥാർത്ഥമാണ്, ഏതൊക്കെ വ്യാജമാണ് എന്ന് ഇനി വ്യക്തമാകും. ആർ നിങ്ങൾക്ക് വേണ്ടി ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നു, ആർ നിങ്ങളെ ഉപയോഗിക്കുക മാത്രം ചെയ്യുന്നു, ഇതൊക്കെ ഈ കാലഘട്ടം നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ വ്യക്തത വേദനിപ്പിക്കുന്നതാണ്, എന്നാൽ ഇത് ഒരു ശുദ്ധീകരണമാണ്. ഇനി ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആ ജീവിതം ഒരു ധന്യജീവിതമാകും. ഒരു കാര്യം കൂടി, ഈ കോസ്മിക് ഊർജം ഉള്ളിൽ ഏറ്റുവാങ്ങാൻ നിങ്ങൾ ഒരു കുഞ്ഞു കർമ്മം ചെയ്യൂ. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് കൈകൂപ്പൂ. ഉള്ളിലെ ദൈവത്തോട് ഒരു നന്ദി പറയൂ. ഇത്ര കാലം എനിക്ക് ശക്തി തന്നതിന് നന്ദി, ഇനിയും ശക്തി തരയണമേ എന്ന് ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഈ ഒരു ചെറിയ ഭക്തി നിങ്ങളുടെ ചുറ്റും ഒരു ദൈവിക കവചം ഉണ്ടാക്കും. ആ കവചം ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും ഭേദിക്കാൻ കഴിയില്ല. ഇനി ഒരു ആഴ്ചയ്ക്ക് ശേഷം, ഒരു മാസത്തിനു ശേഷം, ഒരു വർഷത്തിനു ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ദിവസം ഓർക്കും. ഈ ഒരു നിമിഷം ഓർക്കും. ഈ ദിവസം നിങ്ങളുടെ ജീവിതം ഇത്തുടങ്ങിയ ദിവസം ആണ് എന്ന് നിങ്ങൾ തന്നെ അനുഭവിക്കും. ആ അനുഭവം ഒരിക്കൽ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് ഒരു ഉള്ളു നിറഞ്ഞ ചിരിച്ചിരിക്കും. ആ ചിരി ഈ ദൈവം നിങ്ങൾക്ക് കൊടുക്കട്ടെ. മേടം രാശിക്കാരെ, ഈ ഭൂമിയിൽ ഈ ഒരു ജന്മത്തിൽ ജനിച്ചതിന് ഒരു കാരണം ഉണ്ട്. ആ കാരണം ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. ആ ദൗത്യം നിറവേറ്റാൻ ദൈവം നിങ്ങൾക്ക് ശക്തി കൊടുക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുക്കൂ. ആ വിധി സ്വീകരിക്കൂ. ആ രഹസ്യവാതിൽ ഇന്ന് തുറക്കുകയാണ്. ആ വെളിച്ചം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കട്ടെ. ജ്യോതിഷം ഒരു ഭ്രഷ്ടിന്റെ ശാസ്ത്രമല്ല,
ഇത് ദൈവം മനുഷ്യന് കൊടുത്ത ഒരു ദർശന ദർപ്പണമാണ്. ആ ദർപ്പണം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രകാശം കാണിക്കുകയാണ്. ആ പ്രകാശം ജ്ഞാനമാണ്, ആ ജ്ഞാനം ശക്തിയാണ്, ആ ശക്തി ജീവിതമാണ്. ഇനി ആ ജീവിതം സമ്പൂർണ്ണമായി ജീവിക്കൂ. ഓരോ ശ്വാസവും ഒരു ദൈവിക അനുഗ്രഹമായി ഏറ്റുവാങ്ങൂ. ഓരോ ദിവസവും ഒരു പുതിയ ആരംഭമായി കണ്ടേക്കൂ. ഈ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രകാശിക്കുന്നു. ഈ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭ്രമണം ചെയ്യുന്നു. ഈ പ്രപഞ്ചം ഒന്നാകെ ഇന്ന് നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ആ സന്ദേശം ഇതാണ്: നിങ്ങൾ തനിച്ചല്ല. നിങ്ങൾ ഒരിക്കലും തനിച്ചല്ലായിരുന്നു. ദൈവം എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് ഉണ്ട്, നാളെയും ഉണ്ടാകും. ഈ ഒരു ഉറപ്പോടെ, ഈ ഒരു വിശ്വാസത്തോടെ, ഈ ഒരു ദൈവിക ബലത്തോടെ നിങ്ങൾ മുന്നോട്ട് നടക്കൂ. ജീവിതം ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ല. അത് ഇനി വളരെ മനോഹരമാകും. ആ മനോഹരമായ ഭാവി നിങ്ങൾ അർഹിക്കുന്നു. ആ ഭാവി നിങ്ങളുടേതാണ്. ദൈവം ആ ഭാവി നിങ്ങൾക്ക് കൊടുക്കട്ടെ. ആ ദൈവിക അനുഗ്രഹം നിങ്ങൾക്ക് സദാ ഉണ്ടാകട്ടെ. ഓം